അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന ഉലമാക്കളെ, ഉമറാക്കളെ, നല്ലവരായ നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, അന്ത്യപ്രവാചകൻ ഹസ്രത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ലോകമെമ്പാടും കൊണ്ടാടുന്ന പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ സമാപന ദിവസങ്ങളാണ് നാം ഇന്ന് നൂറേ മദീന 2023 പച്ചക്കാട് മൻബലുലും മദ്രസ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നുസ്രത്തുൽ ഇസ്ലാം സംഘം സംയുക്തമായി നടത്തപ്പെടുന്ന പരിപാടിയുടെ ഒരു ഉദ്ഘാടന സെഷനിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മദ്രസ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി ഫസ്റ്റ് ഈ വേദിയിൽ കഴിഞ്ഞു. ഇന്ന് ഈ വേദിയിൽ അതിൻ്റെ ഉദ്ഘാടന സെഷനും അതുപോലെ തന്നെ സംസ്ഥാനതല മെഷബ് പരിപാടിയും മജ്‌ലിസ് നൂറും പ്രാർത്ഥനാ സദസ്സുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളായി, ഏകദേശം 3 പതിറ്റാണ്ടിലധികമായി എന്ന് പറയാം, നമ്മുടെ ഈ പ്രദേശത്ത് കലാമത്സരമായാലും അതുപോലെ തന്നെ ജില്ലാ സംസ്ഥാനതല ദഫ് മത്സരങ്ങൾ ഈ പ്രദേശത്ത് നടന്നു വരികയാണ്. ഒരുപക്ഷെ കലാമത്സരത്തിന് തുടക്കം കുറിച്ചത് തന്നെ നമ്മുടെ പ്രദേശത്ത് നിന്ന് നമുക്ക് പറയാം. അന്ന് ഒരുപാട് മദ്രസ വിദ്യാർത്ഥികളെ ഒരു വേദിയിൽ അണിനിരത്തിക്കൊണ്ട് ഒരു കലാമത്സര രൂപം സൃഷ്ടിച്ചെടുത്ത ഒരു നാട് കൂടിയാണ് നമ്മുടെ ഈ പ്രദേശം. അതിന് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ ഈ പ്രദേശത്തെ യുവാക്കൾ ഒരു മയ്യായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി ഇതുവരെ വിജയമാക്കിയത്. ആ ഇതുവരെയുള്ള യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, നമ്മെ നാടിനെ സ്നേഹിച്ചവർ, നമ്മുടെ ഈ മദ്രസയ്ക്ക് വേണ്ടി സംഭാവനിച്ചവർ, നമ്മുടെ മദ്രസയെ കെട്ടിപ്പടുക്കുന്നതിന് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ പള്ളിയുടെ കാര്യത്തിൽ, നമ്മുടെ നാടിന്റെ വികസനത്തിന് പ്രവർത്തിച്ച ഒരുപാട് മഹാവ്യക്തിത്വങ്ങൾ നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെയും ഖബറിടങ്ങളെ മണിയറകളാക്കി മാറ്റട്ടെ. അവരെല്ലാവരെയും, നമ്മളെല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതിന് പ്രവർത്തിക്കുകയാണ്. പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മദ്രസയ്ക്ക് സ്ഥലം ചെയ്ത ബഹുമാനപ്പെട്ട കാബി മുഹമ്മദ് ഹാജി, അതുപോലെ തന്നെ അതിനിടയിൽ വരുന്ന പോലെ അബ്ദുൽ ഖാദർ ബെസ്റ്റോൾ, അതേപോലെ തന്നെ അബൂബക്കർ ഹാജി, നമ്മുടെ പ്രിയ സുഹൃത്തും ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു നമ്മുടെ യുവ പ്രവർത്തനമായിരുന്ന അമീർ പച്ചക്കാട്, അബ്ദുല്ല, അബ്ദുൾ റഹീം, ഈ അടുത്ത് നമ്മൾ ഇവിടെ വരുന്ന TM സുലൈമാൻ ഹാജി, അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് നമ്മൾ ഈ വേദി ഒരുക്കുന്നത്. ഇവരെല്ലാം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയവരാണ്. അതുപോലെ തന്നെ പഠന സമയത്ത് നമ്മൾ ഇവിടെ അബ്ബാസ് ഉസ്താദ്, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഇതാണ്. അള്ളാഹു എല്ലാവരെയും ഖബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഞാൻ കൂടുതൽ കാര്യം കടക്കുന്നില്ല. ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കാറുള്ളത് തന്നെ. ഇവിടെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ നൽകി ആദരിക്കേണ്ട പരിപാടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കാടിന്റെ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും കാരുണ്യ പ്രവർത്തനമായാലും ദീനീ പ്രവർത്തനമായാലും തന്റെ സമ്പത്ത് അതിന് മാറ്റിവെക്കാൻ ഒരു മടിയും കൂടി കാണിക്കാത്ത ഒരു സുഹൃത്ത് കൂടി ഇവിടെയുണ്ട്. അദ്ദേഹത്തെ കൂടി നമ്മുടെ ഇവിടെ ആദരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ പച്ചക്കാടിന്റെ സ്വന്തം നവാസ് ടിയെ. ഏത് കാര്യം എടുത്ത് പറഞ്ഞാലും അദ്ദേഹം മുൻകൂട്ടി ഇങ്ങോട്ട് പറയും, ഞാൻ ഇന്ന് ചെയ്യാം, നിങ്ങൾ ബാക്കി ചെയ്തോ എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യത്തോടുകൂടി നമുക്ക് ആ പാന്താവിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അതിന് അദ്ദേഹം സമ്പത്ത് ഒരു വിഷയമാക്കി മാറ്റിയില്ല, എന്തും നൽകാവുന്ന ഒരു ധൈര്യം നമുക്ക് വരുന്ന അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ.
അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകരുത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ എടുത്ത് പറയേണ്ടതില്ല, ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ എന്നും സധൈര്യം മുന്നോട്ട് വരുന്ന പല ഭാഗത്ത് പല വിഷയങ്ങളും ഉണ്ടെങ്കിലും ഇവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എന്ത് പരിപാടിയായും അത് ഏറ്റെടുക്കാൻ തയ്യാറായുന്ന ചെറുപ്പക്കാർ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവരെ എല്ലാവരെയും അവർക്കെല്ലാവർക്കും അല്ലാഹു ദീർഘായുസോടുള്ള ആരോഗ്യത്തോടെ ആഫിയത്ത് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയുടെ പ്രസിഡന്റും ഇന്നത്തെ അധ്യക്ഷനാവേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട AK മുഹമ്മദ് ജിയാ അവർകൾ, അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് സുഖമില്ലാതെ വീട്ടിൽ കഴിയുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ സുഖം എത്രയും പെട്ടെന്ന് നൽകട്ടെ. നമ്മുടെ ഈ മദ്രസ കമ്മിറ്റി നയിക്കാനുള്ള ആരോഗ്യം ആഫിയത്ത് നൽകിക്കൊണ്ടിരിക്കട്ടെ. അദ്ദേഹത്തിന് സർവശം ദീർഘായുസ് പ്രദാനം ചെയ്തെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതലും എൻ്റെ വിഷയത്തിലേക്ക് അടിക്കുകയാണ്. നമ്മുടെ ഈ നൂറെ മദീനയുടെ ചടങ്ങിലെ അധ്യക്ഷൻ, നമ്മുടെ ജമാഅത്തിന്റെ ആദരനായ അധ്യക്ഷനും കൂടിയായ ബഹുമാനപ്പെട്ട TP മുഹമ്മദ് ഹാജി അവർകളാണ്. അദ്ദേഹത്തെ ഈ നാടിന് വേണ്ടി, ഈ സദസ്സിന് വേണ്ടി ഞാൻ വളരെ വിനയവും ആദരവും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി അവർകളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ നൂറെ മദീന പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മൾക്കേൾക്കും അറിയാം, നമ്മുടെ കൊല്ലമ്പാടിയുടെ ഖതീബും നമ്മുടെ കേരളക്കരയുടെ ശബ്ദവുമായ ബഹുമാനപ്പെട്ട അബൂഫിദ റഷാദി ഇരാട്ടുപേട്ട ഉസ്താദ് അവർ വളരെ സമയം കൊണ്ട് തന്നെ, വളരെ തുച്ഛമായ സമയം കൊണ്ട് തന്നെ നമ്മളെവരുടെയും മനസ്സ് കീഴടക്കിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കാണ് ഈ നൂറെ മദീന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അവരുടെ വളരെയും ആദരവും അദ്ദേഹം അറിയിക്കുന്ന വിധത്തിൽ നമ്മുടെ നൂറെ മദീന പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ ഖതീബ് ഉസ്താദ് അബൂഫിദ റഷാദി ഉസ്താദ് അവർകളെ അവർ അറിയിക്കുന്ന വിധത്തിൽ ഈ നാടിന് വേണ്ടി, ഈ സദസ്സിന് വേണ്ടി അവരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്നത്തെ പ്രാർത്ഥന സദസ്സിന് നേതൃത്വം നൽകാൻ ഏൽക്കുകയും 8 മണിക്കാണ് അദ്ദേഹം വരുന്നത്. വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ കടന്നു വന്ന ബഹുമാനപ്പെട്ട അസീദ് സഫിയുള്ളാഹി ആറ്റക്കോയ തങ്ങൾ അവർക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞു. അവർകളെയും ഈ സദസ്സിന് വേണ്ടി, ഈ നാടിന് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മജ്ലിസ് നൂറിന് നേതൃത്വം നൽകുന്ന ഇമ്പമായ ശബ്ദം കൊണ്ട് കേരളം മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിച്ച ബഹുമാനപ്പെട്ട അസ്ദരി ഉസ്താദ്, ബുർദയായാലും മജ്ലിസ് നൂറായാലും ഇവരെയും ഇമ്പമാർന്ന രീതിയിൽ പിടിച്ചുനിർത്താൻ സാധിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇമാമായ അബൂബക്കർ സിദ്ദീഖ് ഉസ്താദ് അവർകളെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടുകാരനും അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശത്തെ ഇമാം കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ റഷീദ് ദാരിമി ഉസ്താദ് അവർ ഈ വേദിയിലുണ്ട്. അവർകളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് MPM കുട്ടി മൗലവി അവർകളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഉമർ അൽ ഫാറൂഖ് അസ്നബി ഉസ്താദ് അവർകളെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ 4 പതിറ്റാണ്ടോളം നമ്മുടെ നാടിന് സേവനം ചെയ്തുകൊണ്ട് അദ്ദേഹം സ്വന്തം നാടിലേക്ക് തിരിച്ചു പോവുകയും, എന്നാൽ ശരീരം അവിടെയെങ്കിൽ മനസ്സ് ഈ പച്ചക്കാടിനെ വിട്ടു പോകാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് കടന്ന ബഹുമാനപ്പെട്ട സമദ് ഉസ്താദ്, ആർക്കും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വം, ഇവിടെയുള്ള എല്ലാ യുവാക്കളെയും ഉസ്താദായ ബഹുമാനപ്പെട്ട സമദ് ഉസ്താദ് അവർകളെയും അദ്ദേഹം അറിയിക്കുന്ന രീതിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് ഹുദവി ഉസ്താദ് അവർകളെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അബ്ദുസ്സലാം അസ്നബി ഉസ്താദ് അവർകളെയും ഈ പരിപാടിയിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യാണ്. നമ്മുടെ മദ്രസ വൈസ് പ്രസിഡന്റ്
ഹബീബുള്ള ഹാജി അവർകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു വൈസ് പ്രസിഡന്റ് കൂടിയായ TA അബ്ദുല്ല ഹാജി അവർകളെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ ഭാരവാഹികളായ സമീർ അവർകളെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ നുസ്രത്തിന്റെ സെക്രട്ടറി കൂടിയായ ലത്തീഫ് KM അവർകളെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ റഹീം ലബാംബ, ഫൈസൽ KA, ബഷീർ KA എന്നിവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഈ ചടങ്ങിലെത്തിയ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ഉസ്താദ് അവർകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിയ ബഹുമാനപ്പെട്ട നവാസ് TA അവർകളെ സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ ഈ ചടങ്ങിലെത്തിയ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെയും വിദ്യാർത്ഥിനികളെയും മുഴുവൻ സഹോദരി സഹോദരന്മാരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം എടുക്കാൻ ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ പ്രസിഡന്റ് TP മുഹമ്മദ് കുഞ്ഞി ഹാജി അവർകളെ വളരെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.